ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം മാർക്കറ്റ്, നമ്മുടെ സ്വന്തം മാർക്കറ്റിൽ ഇതാ പുതിയ കട വന്നിരിക്കുന്നത്. പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ മോഫ ക്ലോത്തിങ്. അതും ഒരു ഫ്ലോറല്ല, 2 ഫ്ലോറല്ല, മൊത്തം 4 ഫ്ലോറിൽ നമുക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ഇവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനോഗ്രേഷൻ ആയിട്ടില്ല, ഇനോഗ്രേഷൻ ഡേറ്റ് കാര്യങ്ങളൊക്കെ പറയാം. ഇനോഗ്രേഷൻ മാത്രമല്ല, ഡേറ്റ് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ നമുക്ക് ബെനിഫിറ്റുള്ള കാര്യം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അന്നേ ദിവസം തന്നെ നമുക്കും ഗിഫ്റ്റ് അവർ തരുന്നുണ്ട്. അപ്പോൾ അത് എന്നാണ്, എപ്പോഴാണ്, അതൊക്കെ നമുക്ക് ഉള്ളിൽ ചെന്നിട്ട് മോഫയുടെ ഓണറിനോട് തന്നെ സംസാരിക്കാം. അപ്പോൾ ഈ കാണുന്ന ബിൽഡിംഗ് കണ്ട മോഫ ക്ലോത്തിങ്. നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ലൊക്കേഷൻ കാണിച്ചിട്ടാ ഈ കാണുന്നതാണ് ഗോപാലപ്രഭു റോഡ് ജംഗ്ഷൻ. ഗോപാലപ്രഭു ജംഗ്ഷനാണ്. അപ്പോൾ ജംഗ്ഷൻ്റെ അവിടുന്ന് ഗോപാലപ്രഭു റോഡിലേക്കാണ്. അതുപോലെ TD റോഡ്, അങ്ങനെ പല റോഡ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ പോണത് ഗോപാലപ്രഭു റോഡ് ജംഗ്ഷനിലേക്ക്. അപ്പോൾ MG റോഡ് അവിടേക്ക് മുട്ടും, പക്ഷെ അവിടേക്ക് എത്തൊന്നും വേണ്ട. ഒരു 10 അടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം മോഫ ക്ലോത്തിങ്. അവരുടെ പഴയ ഷോപ്പ് എന്ന് പറയുന്നത് അപ്പുറത്തെ കോൺവെന്റ് ജംഗ്ഷൻ ആ സൈഡിലായിരുന്നു കേട്ടോ. അവിടുന്ന് മാറാണ്. അപ്പോൾ അവർ ഇവിടേക്ക് വലിയ ഒരു ഷോപ്പാണ്. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കിയാൽ എന്താണ് ഇവർക്ക് ഇന്ന് കളക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് എന്താണ് ഗിഫ്റ്റ് കിട്ടാൻ പോണത് അതൊക്കെയാണ്. അതുപോലെ എന്നാണ് ഇനോഗ്രേഷൻ കാര്യങ്ങൾ അതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. വരും, പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ ബണ്ടൽ മൊത്തം നമുക്കുള്ള എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ആണ് കേട്ടോ. ഇതൊന്നും ഞാൻ കാണിക്കാനല്ല വന്നത്. ഹായ്, തിരക്കിലാണോ? സുഖം? സ്റ്റാർട്ട് ചെയ്തേ? ഇതിപ്പായാ? എന്താ തിരക്കിലാണ്? ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ അറിഞ്ഞു എന്തൊക്കെയോ പുതിയ മോഫ, പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗോപാലപ്രഭു റോഡിൽ സ്റ്റാർട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്ത് ആക്ച്വലി എന്താ സംഭവം? ഇല്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. എന്താണ് സെറ്റ് ചെയ്തോണ്ടിരിക്കുക. നമ്മള് വരുന്ന ഈ April 30th. അപ്പൊ നമ്മളൊന്ന് ക്ഷണിക്കണല്ലേ? ക്ഷണിക്കുന്നുണ്ട്. എന്നെ മാത്രല്ല കേട്ടോ, നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നുണ്ട്. അതിന് മുന്നേ ക്ഷണം പറയണേക്കാളും മുന്നേ നമുക്ക് എന്താണ് ഈ ഒരു സംഭവം എന്നൊന്നും നോക്കണ്ടേ, ഇവിടെ എന്താ നടക്കണ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതുവരെ ഒരു ബില്ലിംഗ് സെക്ഷൻ, റിസപ്ഷൻ ഏരിയ. അതെ. ഓക്കെ, ഇനി ഇവിടെ എന്താ നടക്കണേ? ഇവിടെ നമുക്ക് റാക്കും കാര്യങ്ങളും ഡിസ്പ്ലേ ഏരിയയും സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ ഇത് പുതിയ നമുക്ക് വരാനുള്ള എക്സ്ക്ലൂസീവ് കളക്ഷൻസ് അല്ലേ? അതെ, കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ കാണുന്ന ഏരിയ മാത്രമല്ലല്ലോ, പുറത്തുനിന്ന് കാണുമ്പോൾ വലിയൊരു ബിൽഡിംഗ്. എത്ര ഫ്ലോറാ? മൊത്തം 4 ഫ്ലോർസ് ഉണ്ട്. 4 ഫ്ലോർസിൽ നിറച്ച് എക്സ്ക്ലൂസീവ് കളക്ഷൻസ്. അതിൽ ഒരു ഫ്ലോർ എന്തായാലും ഗോഡൌൺ ആയിരിക്കും. ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് അവിടെ കിടന്ന് നിരങ്ങാം. ഈ കളക്ഷൻസ് മൊത്തം നമുക്കുള്ളതാണ്. ഇനി ഇത് നമ്മൾ എന്താ പറയാ, 3 കൊല്ലം മുന്നേ കണ്ട മോഫയല്ല ഇന്നത്തെ ഒരു മോഫ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് നന്നായിട്ടുണ്ട്. സംഭവം ഇത് എന്റെ കട അല്ലെങ്കിലും പോലും ഇപ്പൊ ഇത് എന്റെ കട തന്നെയാണ്. ചേച്ചി ഒരു പാട്ടാണ് ഇങ്ങനെ ആയതിലൊക്കെ. ഇത് ശരിക്കും എങ്ങനെയാ നിങ്ങളുടെ തുടക്കം കാര്യങ്ങൾ അതൊക്കെ നമുക്കൊന്ന് പറഞ്ഞു തരുമോ? എങ്ങനെയാണെന്ന് ഫസ്റ്റ് വീഡിയോ എടുക്കാൻ വന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. 3 കൊല്ലം മുന്നേ നമ്മൾ ചെറിയൊരു ഷോപ്പായിരുന്നു. ഒരാൾക്ക് നടക്കാനുള്ള ഒരു സ്പേസ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നും ഈ ഒരു തുടക്കത്തിന്റെ ഒരു ജേർണി ഒന്ന് പറഞ്ഞത് എങ്ങനെയാ? അത് മെയിനായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ സപ്പോർട്ട് തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ഐറ്റത്തിന് കസ്റ്റമേഴ്സ് തരുന്ന സപ്പോർട്ട്, അതാണ് നമുക്ക് ഇവിടെ വരെ എത്താനുള്ള ഏറ്റവും വലിയൊരു വിജയം. അതെ, വിജയം. അപ്പൊ ഇന്ന് എന്ന് പറയുമ്പോൾ 300 സ്ക്വയർ ഫീറ്റ്, അത് 300 അങ്ങോട്ടല്ലായിരുന്നു. 300 സ്ക്വയർ ഫീറ്റിൽ ചെറിയൊരു കടയിൽ നിന്നും ഇന്ന് 4 നിലയുടെ വലിയൊരു സ്പേസിലേക്ക് മാറാനുള്ള ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് നന്നായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സപ്പോർട്ട് ചെയ്ത ഭാഗമായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? നമ്മൾ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഒരു ഓഫർ നമ്മൾ ചെയ്യുന്നുണ്ട്. അവർക്കോ? അതെ, കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട്. അതെന്താ? അപ്പൊ നമ്മൾ ചെയ്യുന്ന ഫ്ലാറ്റ് 10% ഓഫാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ഇനാഗ്രൽ ഫ്ലാറ്റ് 10 എന്ന് പറയുമ്പോ എങ്ങനെയാ? 10% എത്ര പർച്ചേസ് ചെയ്താലും അതിന്റെ 10% കംപ്ലീറ്റ്ലി. അപ്പൊ ഇപ്പൊ ഞാനൊരു കസ്റ്റമർ ആണ്, ഞാൻ അന്നത്തെ ദിവസം വരാണ്. നമ്മൾ ഇനോഗ്രേഷൻ ഡേറ്റ് ഇപ്പോഴും പറഞ്ഞിട്ടില്ല, അത് പറയാം. അപ്പൊ അന്നത്തെ ദിവസം വരുമ്പോ എന്റെ ഇപ്പൊ ബില്ല് ഇപ്പൊ എത്രയാണോ ആ ബില്ലിൽ നിന്നും 10% ഡിസ്കൗണ്ട്. അതെ. അടിപൊളി ഓഫറാണല്ലോ. സാധാരണ ഹോൾസെയിലില് ഇതേപോലെ ഓഫർ നമുക്ക് കിട്ടാറില്ല, കിട്ടൂല എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് ഒരു അടിപൊളി ഓഫറാണ്. ഹോൾസെയിൽ റീറ്റെയിലൊക്കെ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്, 40% ഡിസ്കൗണ്ട്, 50%, 60%, 90% വരെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഹോൾസെയിൽ ഇത് ആദ്യത്തെ ഒരു ചരിത്രമായിരിക്കും. ഒരു 10% ഡിസ്കൗണ്ട് നമ്മൾ അന്ന് വരുന്ന ആ ഒരു സംഭവം എല്ലാ പർച്ചേസിനും. അപ്പൊ അന്നത്തെ ദിവസം മാത്രമല്ലോ അത്. ആ ഒരു ഡേറ്റ് ഞാൻ എന്തായാലും പറയാം. ഇനി നമുക്ക് മുകളിലത്തെ ഫ്ലോർ ഒന്ന് കണ്ടുനോക്കിയാലോ? എങ്ങനെ സെയിം ഇത് തന്നെയാ? എങ്ങനെയാ? സെറ്റിങ്സ് ആയിക്കൊണ്ടിരിക്കണുള്ളൂ അല്ലേ? എന്തായാലും ഞാൻ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതുപോലെ ഇവരെ ഷിഫ്റ്റിംഗ് സമയത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഇവർ ഓൾറെഡി മാർക്കറ്റിൽ ഇങ്ങനെ കളിച്ച് നടന്ന് ശരിക്കും പറഞ്ഞാൽ എറണാകുളം മൊത്തം ചുറ്റി എന്ന് വേണമെങ്കിൽ പറയാം. കോൺവെന്റ് ജംഗ്ഷനിൽ നിന്ന്
റോഡ് കോൺവെന്റ് റോഡിലേക്ക് എത്തി. ഗോപാലപ്രഭു റോഡ്. ഇതിപ്പോ 3ാമത്തെ ഷോപ്പാണ്. അന്നത്തെ 300 സ്ക്വയർ ഫീറ്റിൽ നിന്നും 2 നിലയിലേക്ക് മാറി. 2 നിലയിൽ നിന്നും അത് 1 വർഷം 1.5 വർഷം അവിടെ 2 വർഷമായി. അവിടെ 2 വർഷം എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ഒരു 300 സ്ക്വയർ ഫീറ്റിൽ നിന്നും അധികം താമസിക്കാണ്ട് തന്നെ 2 നിലയിലേക്ക് മാറി. അതിൽ നിന്നും അവിടെയും നമ്മൾ ഇനോഗ്രേഷന്റെ സമയത്ത് വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഓർമ്മയുണ്ട്. അതും നല്ലൊരു ഉയർച്ചയിലായിരുന്നു. അതിൽ നിന്നും ഇപ്പൊ ഈ ഒരു 4 നില. ഇനി എന്താ പറയുക, സ്വന്തമായിട്ട് മാർക്കറ്റിൽ നല്ല രീതിയിൽ ഒന്നുകൂടിയും ഉയർച്ച വരട്ടെ. അതൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഞാൻ അന്നത്തെ ദിവസം പൊട്ടിച്ച് കാണാമല്ലോ. നമുക്ക് സെറ്റ് ചെയ്തോണ്ടിരിക്കാം. ഓക്കെ, നമുക്ക് ഇനി മുകളിലേക്ക് പോയി നോക്കിയാലോ. എന്നിട്ട് നമുക്ക് ഇനോഗ്രേഷൻ ഡേറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ പറയാട്ടോ. അപ്പൊ ഓഫർ മറക്കണ്ട. ഒന്ന് മുകളിൽ പോവാം നമുക്ക്. ഓക്കെ. ഓ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ. ഇവിടുന്ന് കയറി പോണം. അപ്പൊ 3rd ഫ്ലോർ എത്തും. ലിഫ്റ്റ് ഇല്ലേ? അപ്പൊ ലിഫ്റ്റ് ഉണ്ട്. നമുക്ക് ഗുഡ്സ് ലിഫ്റ്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്ക് അത്യാവശ്യമുള്ള ആൾക്കാർക്ക് കയറാനോ വേണമെന്ന് വെച്ചാൽ ഇവിടെ അടിപൊളിയായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കാര്യമായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല എക്സ്ക്ലൂസീവ് നല്ല പുതിയ കളക്ഷൻസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ മോഫ ക്ലോത്തിങ് എന്ന് പറയുന്നത് അവിടെ എന്ത് കിട്ടും എന്നുള്ളത് ഒരു ചോദ്യം ചോദിക്കേണ്ടത്. നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്ന ഇവിടെ കുർത്തീസ് കിട്ടും, ഹാൻഡ് വർക്ക്സ് കിട്ടും. ഹാൻഡ് വർക്ക്സും അല്ലാതെ ഡെയിലി വെയർ ആയിട്ടുള്ള എല്ലാം കിട്ടും. പിന്നെ കോട്ട് സെറ്റ്സ് ഉണ്ടാവും, 3 പീസ് ഉണ്ടാവും. അങ്ങനെ എന്നുവെച്ചാൽ കുർത്തീസിന്റെ ഒരു അൺസ്റ്റിച്ച്ഡ് ഉണ്ടാവും. അൺസ്റ്റിച്ച്ഡ് തുടങ്ങിയ ഉണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ തുടങ്ങി. ഫസ്റ്റിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ കുർത്തീസ്, സിംഗിൾ കുർത്തി, 2 പീസ്, 3 പീസ്, അതിൽ കോട്ട് സെറ്റ് വേണോ, പാർട്ടി വെയർ വേണോ, എങ്ങനെ വെറൈറ്റീസ് വേണമെങ്കിലും ഉണ്ട്. അപ്പൊ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഫുള്ളി ഇപ്പൊ ഇനി റാക്കിൽ കയറിക്കൊണ്ടിരിക്കും. ഇനി ഞാൻ ഇട്ടിരിക്കണതും ഇവരുടെ ഒരു കളക്ഷൻ തന്നെയാണ്, 2 പീസ് കളക്ഷൻ. ഇനി ഇതിനും എൻക്വയറി വേണമെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞാൽ മതി. ഇത് എന്താ, ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയാം. വെട്രിക്കലിൽ വരുന്ന ഒരു ഹാൻഡ് വർക്ക്, ഹെവി ഹാൻഡ് വർക്കിൽ വരുന്ന ഒരു കോട്ട് സെറ്റ് ആണ്. കോട്ട് സെറ്റ് ആണ് വിത്ത് പാന്റ്. കോട്ട് സെറ്റ് എന്ന് പറയുമ്പോൾ 1 സൈഡ് പോക്കറ്റും വരുന്നുണ്ട്. ഇനി നമ്മൾ ഇട്ടിരിക്കുന്നത് ഒരു പാർട്ടി വെയർ കളക്ഷൻ. അതിനെ കുറിച്ച് പറഞ്ഞു. എങ്ങനെയാ? ഇതും വെട്രിക്കൻ ഫാബ്രിക്കിലാണ് ടോപ്പ് ബോട്ടം ചെയ്തിട്ടുള്ളത്. ഇത് ദുപ്പട്ട വരുന്നത് നല്ല മൽച്ചന്തേരിയിലാണ്, ഹെവി ബീഡ്സ് വർക്കിലാണ് വരുന്നത്. അപ്പൊ ഇനി പാർട്ടി വെയർ വേണമെങ്കിൽ ഇതും വർക്കൊക്കെ അത്യാവശ്യം കയറിയിട്ടുണ്ട്. അപ്പൊ ഈ 2 പീസ് ആണോ സിംഗിൾ കുർത്തി എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പക്ഷെ ഹോൾസെയിൽ ആയിട്ട് മാത്രം പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ബൾക്കാണ്. പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യണവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. നമുക്ക് ഇതന്നെ എടുക്കാം അല്ലേ? അയ്യോ, ഇത് എടുത്തു കഴിഞ്ഞാൽ ഇത് ഈ ഒരു പാക്ക് എടുക്കാം. ഇത് എന്നാണ് നമ്മുടെ ഫെൻഡിയിലെ വെൽവെറ്റ് ഓർഗാൻസ എന്ന് പറയും, ഫെൻഡിന്നും പറയും. ഹാൻഡ് വർക്കിൽ ദുപ്പട്ടയൊക്കെ വരുന്ന ഒരു കളക്ഷൻ. ഓക്കെ, ഇതിൽ ഇപ്പൊ നമുക്ക് സെറ്റ് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല ഫുള്ള്. ഓക്കെ, 4 പീസിന്റെ സെറ്റാ വരിക. പുതിയതായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യണത്. ഇത് 1 സെറ്റ്, 2 സെറ്റ്, 3 സെറ്റ്, പിന്നെ ഒരെണ്ണവിടെ നിലത്തി ഇരിക്കുന്നുണ്ട്. അങ്ങനെ 4 പീസിന്റെ ഒരു സെറ്റ് ആയിരിക്കും. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, ഇങ്ങനെ 4 പീസ്. അത് അങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. പഴയതുള്ള ആരും പൊങ്കാല ഇടാൻ വരരുത്. ഓക്കെ, ഇനി നമ്മുടെ ഈ റാക്ക് ഇനി ഫുൾ ഇനി അറിയൂലേ? ഇതേപോലെ തന്നെയാണ് ഇനി മുകളിലേക്ക് ഇങ്ങനെ തന്നെയാ. ഇനി മുകളിലേക്ക് 3rd ഫ്ലോറും 4th ഫ്ലോറും. അപ്പൊ എല്ലാം സൗകര്യത്തോട് കൂടിയിട്ടാണ്. നമ്മുടെ കെട്ടിയവനെവിടെ? താഴെയുണ്ട്. അപ്പൊ നമുക്ക് ഇനോഗ്രേഷൻ ഡേറ്റ് ആളെ കൊണ്ട് തന്നെ നമുക്ക് പറയിപ്പിക്കാം. അതായിരിക്കും നല്ലത്. ഇവരെല്ലാവരും നല്ല തിരക്കിലാണ്. അപ്പൊ ആ ഡേറ്റില് കൃത്യം വരാൻ നോക്കാം. ആളില്ല, വന്നിട്ടില്ല. നമുക്ക് താഴത്ത് പോയി നോക്കിയാലോ? ഓ, ഇതാണ് ഗിഫ്റ്റ്. ഇതാണ്. ഹലോ, തിരക്കിലാണോ? തിരക്കിലല്ല, തീരെയും തിരക്കിലല്ല. നമ്മൾ അങ്ങനെ പറയുള്ളൂ. അതെ, ലിഫ്റ്റിൽ സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കണം. അവിടെ നല്ല തിരക്കില്ല. ഒരു 2 മിനിറ്റ് ഒന്ന് ഇങ്ങോട്ട് വന്നേ. വായോ, 2 ആളും വാ. 2 ആളും എന്തായാലും തിരക്കാണെന്ന് അറിയാം. എന്നാലും നമ്മുടെ ആൾക്കാർക്കൊന്ന് ഈ ഇനോഗ്രേഷൻ നടക്കുന്ന കാര്യങ്ങളും അതുപോലെ നിങ്ങൾ ഇത്രയും അവർ സപ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ കൊടുക്കുന്നുണ്ടെന്നൊക്കെ കേട്ടു. അപ്പൊ അതൊന്ന് നമ്മളെ ഇൻവിറ്റേഷൻ ആയിട്ടൊന്ന് പറയുമോ? എന്നാണ് ഡേറ്റ്? ഏപ്രിൽ 30 രാവിലെ 9:30 ആണ് ടൈമിലാണ് ടൈം വരുന്നത്. പിന്നെ നമ്മൾ അന്നൊരു ഓഫർ കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന്. ഒരു 10% ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. ഫ്ലാറ്റ് 10% ആണ് അന്നത്തെ എല്ലാ പർച്ചേസസിനും. അപ്പൊ അവരെല്ലാരും ഒന്ന് ക്ഷണിച്ചു. ആ കൂട്ടത്തിൽ ഞാനും ഇവിടെ ഉണ്ടാവും. അപ്പൊ 9:30 എന്ന് പറയുമ്പോ 9 മണിക്ക് വന്ന് നിന്നോട്ടാ. പറഞ്ഞോ. അപ്പോ നമ്മൾ ഇത്ര നാൾ സപ്പോർട്ട് ചെയ്ത കസ്റ്റമേഴ്സും ഇതുവരെ വരാമെന്ന് പ്ലാൻ ചെയ്തിട്ട് വരാൻ പറ്റാത്തവരും എന്തായാലും ആ ഒരു ഡേറ്റിൽ നമ്മുടെ അടുത്ത് വരണം. നല്ലൊരു ഓഫറും കൂടി നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ മിസ് ചെയ്യരുത്. ഏപ്രിൽ 30th. ഏപ്രിൽ 30th 9:30. ഇനി ഷോപ്പിന്റെ സമയം രാത്രി എത്ര മണി വരെയാണ് വരുന്നത്? 8 o'clock. 8 o'clock വരെ. അന്നത്തെ ഒരു ദിവസത്തേക്ക് മാത്രമുള്ള ഈ ഒരു ഓഫർ. പിറ്റേ ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓഫർ നിങ്ങൾ വീഡിയോ ലേറ്റായി കണ്ടു, അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഇതൊരു ധമാക്ക ഓഫർ തന്നെയാണ്. മിസ് ചെയ്ത് തന്നെയാണ്. അപ്പം നമ്മൾ മാത്രമല്ല, കൂടെയുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ പരമാവധി. അപ്പം നേരിട്ട് വരാൻ ശ്രമിക്കുക. എറണാകുളത്താണ്. എറണാകുളത്ത് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഗോപാലപ്രഭു റോഡ്. പിന്നെ ഈ MG റോഡ് വഴിക്ക് വരുമ്പോൾ നമുക്ക് പില്ലർ നമ്പർ 653 അല്ല 669. അത് പഴയതിന്റെ
പഴയത് 600 എത്രയായിരുന്നു? 83. ഇനി അങ്ങോട്ട് പോണ്ട, ഇങ്ങോട്ട് വന്നാൽ മതി. ഇത് പുതിയത് 669. 669. അപ്പൊ ആ പില്ലർ നമ്പർ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവിടെ റേമന്റെ ഒരു വലിയ ഷോപ്പ് കാണും. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാണെങ്കിൽ ഗോപാലപ്രഭു റോഡാണ്. ആ റോഡിൽ നിന്ന് ജംഗ്ഷൻ എത്തണ്ട, അപ്പൊ തന്നെ നമുക്ക് ഇപ്പൊ MG റോഡ് വഴിക്ക് വരാണെങ്കിൽ റൈറ്റ് സൈഡില്, ഇനി ജംഗ്ഷൻ വഴിക്ക് വരാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ആഘോഷം ഞങ്ങളുടെ ആഘോഷം നമ്മളെല്ലാരും കൂടിയിട്ട് അടിച്ചു പൊളിക്കാൻ പോകണം അന്നത്തെ ഒരു ദിവസം കേട്ടോ. അപ്പൊ അന്നത്തെ ഒരു ഫുൾ ഡേ നിങ്ങൾക്കുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ മോഫ ക്ലോത്തിങ് മറക്കണ്ട കേട്ടോ. പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ ഇതിലാകെ എന്താ പറയാ മൊത്തത്തിലെ കിളി പോയിട്ടിരിക്കും. കാരണം അന്നത്തെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഒരു ഷോപ്പ് എന്ന് പറയുമ്പോൾ നടത്താന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. ഒരു 3 വർഷം കൊണ്ട് ചെറിയൊരു 300 സ്ക്വയർ ഫീറ്റ് നിന്ന് ചെറിയൊരു അസൂയ എനിക്കുണ്ട്. എന്നാൽ നിങ്ങളൊരു മാതൃക ആക്കാനുള്ള ഒരു ടീം കൂടിയാണ്. എന്തായാലും അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ, താങ്ക് യു. എല്ലാവരും വരണം കേട്ടോ, മറക്കണ്ട. ഏപ്രിൽ 30